നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് സംഖ്യാശാസ്ത്രവും വാസ്തുശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിഥിയായെത്തിയിരിക്കുന്നത് പ്രശസ്ത ന്യൂമറോളജിസ്റ്റും വാസ്തു കൺസൾട്ടന്റുമായ ഡോക്ടർ ആർ വേലായുധൻ. അദ്ദേഹത്തെ ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, ഈ ന്യൂമറോളജി എന്ന് പറയുന്നത് ന്യൂമറോളജി പ്രകാരം നമ്മളിപ്പോൾ ഒരു പേര് ഒക്കെ അല്ലേ കറക്റ്റ് ചെയ്യുന്നല്ലേ? അത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ? ഇല്ല, നമുക്ക് ന്യൂമറോളജി എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനും ഈ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരാളുടെ ഭാഗ്യ നമ്പർ കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള പേരുകൾ. ഭാഗ്യ നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചാണ്. ഉദാഹരണം 25-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 7ആണ്. അതായത് അതിനകത്തുള്ള 2ഉം 5ഉം കൂട്ടുക എന്നുള്ളതാണ്. 16-ാം തീയതി ജനിച്ചവനാണെങ്കിൽ 1, 6, 7. 19-ാം തീയതി ജനിച്ചവനാണെങ്കിൽ 1, 9, 10. പിന്നെ വീണ്ടും 1, 0 കൂട്ടുമ്പോൾ 1 വരും. അപ്പോൾ അതാണ് അയാളുടെ ഭാഗ്യ നമ്പർ. അപ്പോൾ ആ വാല്യൂവിനനുസരിച്ചുള്ള പേരുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ചില തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എത്ര പ്രാവശ്യം ആ ഭാഗ്യ നമ്പറിനനുസരിച്ചുള്ള പേര് മറ്റുള്ളവർ അയാളെ വിളിക്കുന്നുവോ അതനുസരിച്ച് അയാളുടെ ആ ഭാഗ്യവും പവറും ഇതൊക്കെ കൂടി വരും. വിളിക്കുന്ന പേര് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഗുരുവായൂരപ്പ എന്ന് എത്ര പേര്, എത്ര ലക്ഷങ്ങളാണ് വിളിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നില്ലേ? അപ്പോൾ അതനുസരിച്ച് ആ ക്ഷേത്രങ്ങൾക്ക് അങ്ങനെ പവർ കയറുകയാണ്. മാത്രമല്ല പല സ്ഥലത്തും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പേര് ന്യൂമറോളജി പ്രകാരം ഇട്ടിട്ട് പക്ഷെ വിളിക്കുന്ന വേറൊരു പേര്, അത് പാടില്ല. ചിലപ്പോൾ വിളിക്കുന്ന പേര് ചിലപ്പോൾ തെറ്റായ ഒരു വാല്യൂ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ട്. അതുകൊണ്ട് വാല്യൂ അനുസരിച്ച് തന്നെ. പിന്നെ ഈ പേര് മാറ്റുന്ന ചിലരുണ്ട്. ഈ പേര് മാറ്റുന്നത് കഷ്ടകാലം വരുമ്പോഴാണ് ഈ പേരുകൾ മാറ്റി. നമ്മളൊരു മരുന്ന് കൊടുക്കുകയാണ്, ഒന്ന് പേര് മാറ്റി ഒരു ലെറ്റർ അഡീഷണൽ ചേർക്കുകയോ അല്ലെങ്കിൽ വേറൊരു പേരിട്ട് കൊടുക്കുകയോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ കുറച്ചൊക്കെ റിലീഫ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ നല്ല ഒരു അനുഭവങ്ങളുണ്ട്. ഒരു ഉദാഹരണം, നമ്മുടെ തമിഴ്നാട്ടിലെ ചീഫ് മിനിസ്റ്റർ ജയലളിത വരെ പേര് മാറ്റിയില്ലേ, ഒരു ലെറ്റർ മാറ്റിയില്ലേ? അപ്പോൾ അതിന് കുറച്ച് ഗുണങ്ങളുണ്ടായി. അതുപോലെ ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഏകദേശം ഒരു 90% ആൾക്കാർക്കും അതിൻ്റെയൊക്കെ ഗുണം ഉണ്ടാകാറുണ്ട്. ഇപ്പം വിവാഹം എത്ര വയസ്സിൽ നടക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും, ആരായിരിക്കും എന്നൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാം. അതെ, അത് എളുപ്പം കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് പറഞ്ഞിരുന്നാൽ, ഇപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 14-ാം തീയതിയാണെന്ന് വയ്ക്കുക. 14 ആകുമ്പോൾ അയാളുടെ ഭാഗ്യ നമ്പർ 1, 4, 5ആണ്. അപ്പോൾ 5 ഏതൊക്കെ വർഷം കൂട്ടുമ്പോൾ വരുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ അയാളുടെ 23 വയസ്സെന്ന് പറയുമ്പോൾ 2, 3, 5ആണ് അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 32ആണ്. അപ്പോൾ 23 വയസ്സ് ആദ്യം എടുക്കുക. ഒരു സ്ത്രീക്കാണെങ്കിൽ ആദ്യത്തെ 23 വയസ്സ് എടുക്കുക. 23 + 1 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 23 - 1, ഈ 3 പീരീഡിൽ എപ്പോഴെങ്കിലും കല്യാണം നടന്നിരിക്കും. പുരുഷന്മാർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ 4 കൂട്ടുക. ഇപ്പോൾ 23 + 4 അപ്പോൾ 27. എന്ന് പറഞ്ഞാൽ 27 വയസ്സിൽ തീർച്ചയായിട്ടും പുരുഷൻ നടന്നിരിക്കും. അതാണ് എളുപ്പം കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം. 19 ആണെങ്കിൽ 19 എന്നുണ്ടെങ്കിൽ 1 + 10. അപ്പോൾ 1 പറയുമ്പോൾ തീർച്ചയായിട്ടും 19, 20 വയസ്സിലായി. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? എവിടെ നിന്നാണ്? സംസാരിച്ചോളൂ സാറിനോട്. എന്റെ പേര് സുധീർ എന്നാണ്. പറയൂ. ഞാൻ 1978 ഡിസംബർ ഫെബ്രുവരി 18-ാം തീയതി ജനിച്ചത്. ഫെബ്രുവരി 18. 1978 ഫെബ്രുവരി 18. ഓക്കെ, പറയൂ. ഇതിന്റെ ഈ ലക്കി നമ്പറും മറ്റേ 18-2 എന്ന് പറയുമ്പോൾ 1, 8, 9 ഇയാളുടെ ഭാഗ്യ നമ്പർ. ഇയാൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ബിസിനസ്. എന്ത് ബിസിനസ്? റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള ബിസിനസ്സാ. അപ്പോൾ എന്തായിരുന്നാലും 9 എന്ന് പറയുന്ന ഭാഗ്യ നമ്പറാണെങ്കിലും ഫെബ്രുവരി മാസം ജനിച്ചതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അതുപോലെ പൈസയുടെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ വേണം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാടില്ല. മിക്കവാറും റിയൽ എസ്റ്റേറ്റ് ഒക്കെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിരിക്കും. അതുകൊണ്ട് അത് കഴിയുന്നത് മാക്സിമം ഒഴിവാക്കുക. നമുക്കൊരു ചെറിയൊരു പ്ലോട്ട് വിറ്റ് ലാഭം ഉണ്ടാക്കി അടുത്ത അങ്ങനെയിലോട്ട് പോവുക. ഒരു ലാർജ് സ്കെയിലിലോട്ട് കഴിയുന്നതും പോകാതിരിക്കുക. അപ്പോൾ 78 എന്ന് പറയുമ്പോൾ ഏതാ കുറച്ച് ലോസും വന്നിട്ടുണ്ട്. അത് വരും. അതായത് പാർട്ട്ണർഷിപ്പിലാണോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അത് കഴിയുന്നത് ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഈ അടുത്ത ഒരു നല്ലൊരു സമയം വരുന്നത് 36 വയസ്സിലാണ്. അതെ, 36 വയസ്സ് ആകുമ്പോൾ കുറച്ച് നല്ലൊരു ബെനിഫിറ്റ്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെക്കണം. എന്താണെന്ന് പറഞ്ഞിരുന്നാൽ പാർട്ട്ണർഷിപ്പൊക്കെ മാറ്റി ചെറിയ ചെറിയ പ്ലോട്ടുകളൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യാൻ നോക്കാം. നമ്മൾക്ക് ഒതുങ്ങി നിൽക്കുന്ന എന്താ വേറെ ബിസിനസ് എന്തെങ്കിലും പ്രിഫർ ചെയ്യാൻ പറ്റുമോ? അല്ല, ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രിക്കൽ ഗുഡ്സ്, പ്ലംബിംഗ്, ആ ഗുഡ്സ് ഒക്കെ ഡീൽ ചെയ്യാം. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്
ആഹാ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡീൽ ചെയ്യാം. ഈ പേരിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ? എന്താ പേര്? പേര് സുധീർ എന്നാ. സുധീർ. സുധീർ. ഇൻഷ്യൽ എന്താണ്? KF. KM. KF. ഫോറസ്റ്റ്. KF. ആ എഫ് എന്താണ് പറയുന്നത്? എഫ് ഫാദറിന്റെ പേരാ, ഫാസിൽ. ആ എഫ് മാറ്റാൻ പറ്റുമോ? അച്ഛൻ്റെ പേരെങ്ങനെ മാറ്റാൻ പറയുന്നതല്ലേ? എല്ലാവരും വിളിക്കുന്ന എങ്ങനെയാ? വീട്ടുപേര് വേറെ ഉണ്ടോ? അല്ല അല്ല, ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. അപ്പോൾ എഴുതുമ്പോൾ ആ ഇൻഷ്യൽ ഒപ്പിടുന്ന സമയത്ത് ആ KF എന്ന് പറയുന്നത് വേണ്ട. അത് മറ്റേ പേര് മാത്രം ഇട്ട് ഒപ്പിട്ടാൽ മതി. ഒപ്പിടുമ്പോൾ എല്ലാ ലെറ്റേഴ്സും വരുന്ന രീതിയിൽ ഒപ്പിടുക. അല്ല, ഇപ്പൊ ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. വേണ്ട. അതെ. ഓക്കെ. വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മൾ വിവാഹത്തിന്റെ അപ്പൊ ഇങ്ങനെ ഒരു വർഷം ബാക്കിലോട്ടോ മുന്നിലോട്ടോ ആയി. 19 ആണെങ്കിൽ എങ്ങനെയാണ്? 19 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 19 എന്ന് പറയുമ്പോൾ 19 എന്ന് പറയുമ്പോൾ 1 9 10 1. അപ്പോൾ 19 20 വയസ്സിൽ തീർച്ചയായിട്ടും 18 വയസ്സിൽ ആ കുട്ടിക്ക് വന്ന് തുടങ്ങും. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ 4 വർഷം കൂടെ കൂടുമ്പോൾ 18 19 4 23. അപ്പോൾ 24 വയസ്സിലായിരിക്കും വരിക. സാർ, ഇപ്പോൾ ഈ 19 വയസ്സിൽ നടന്നില്ലെങ്കിൽ അതായത് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ 1-ന് ഒരു കോമ്പിനേഷൻ നമ്പർ ഉണ്ട്, അതായത് സപ്പോർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്. 1-ന് സപ്പോർട്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 6 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 6 എന്ന് പറയുമ്പോൾ 24 വയസ്സാവും, പിന്നെ അടുത്ത് 27. അപ്പോൾ ആ 3 പീരീഡിൽ തീർച്ചയായിട്ടും നടന്നിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജാതകം നോക്കിയാൽ മതി. പക്ഷേ നമ്മുടെ രക്ഷകർത്താക്കൾക്കെല്ലാം 19 വയസ്സ് കഴിയുമ്പോൾ 21 വയസ്സ് കഴിയുമ്പോൾ ഇങ്ങനെ വെപ്രാളമാണ്, നോക്കി തുടങ്ങും. പക്ഷേ ആ ടൈം വരുമ്പോൾ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പം കല്യാണത്തിന് വേണ്ടി നമ്മൾ ജാതകം നോക്കാറുണ്ട്. അതെ. അപ്പം ന്യൂമറോളജി പ്രകാരം അങ്ങനെ ഇപ്പം ലവ് മാരേജ് ഒക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്, പലതും അതാണല്ലോ കൂടുതൽ. ഇപ്പോൾ ജാതകം നോക്കുന്നില്ലല്ലോ. അപ്പോൾ ജാതകം നോക്കാതെ പക്ഷേ ഒരുപാട് ജാതകങ്ങൾ നോക്കാതെ കല്യാണം കഴിക്കുന്നത് ഒരുപാട് ഫെയിലിയർ ആകുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ മാച്ച് ചെയ്ത് പോകുന്നുള്ളൂ. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ നമ്പറിനും ഓരോ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവവുമായി മാച്ച് ചെയ്യുന്ന ഒരു നമ്പരുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ആര് ബന്ധപ്പെട്ടായിരുന്നാൽ അവർക്ക് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റും. അതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് 16 ആണെന്ന് വയ്ക്കുക. 1 6 7 7 8 9 മൂന്നാമത്തെ അക്കം 7 8 9. സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗ്രഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നമസ്കാരം. ഞാൻ പട്ടാമ്പി ശശി എന്ന് പറഞ്ഞ ആളാണ് വിളിക്കുന്നത്. പട്ടാമ്പിന്ന് ശശി. ഓക്കെ, സംസാരിച്ചോളൂ സാറിനോട്. നമസ്കാരം. നമസ്കാരം, പറയൂ. എനിക്ക് അറിയേണ്ടത് എന്റെ ഭാഗ്യ നമ്പർ ഏതാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. എന്താ ഡേറ്റ് ഓഫ് ബർത്ത്? 1965. 29/3/1965. 29/3/1965. 65. അതെ അതെ സാർ. 2ഉം 7ഉം ആണ് ഇയാളുടെ ഭാഗ്യ നമ്പർ. 2ഉം 7ഉം. അതെ, വ്യാഴാഴ്ചയാണ് നല്ല ദിവസം. ആയിക്കോട്ടെ സാർ. എന്ത് ചെയ്യുന്നു? ഞാൻ എക്സ് ആർമിയാണ് സാർ. ഏതാ? എക്സ് ആർമി. ആർമിയാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ വെറുതെ ഇരിക്കുന്നു സാർ. PSC റാങ്ക് ലിസ്റ്റിലൊക്കെ കിട്ടുമെന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു. അതായത് ഈ സെപ്റ്റംബർ 5 മുതൽ നിങ്ങളുടെ സമയം ഇത്തിരി കൊള്ളാവുന്ന സമയമാണ്. ഇപ്പോൾ ജോലിക്ക് വല്ലതും ട്രൈ ചെയ്തോളൂ, കിട്ടും. ആയിക്കോട്ടെ സാർ. ഓക്കെ. വിളിച്ചതിന് വളരെയധികം നന്ദി. ന്യൂമറോളജി പ്രകാരം നമ്മൾ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് 16 നമ്പർ. ഇപ്പോൾ 16 എന്ന് പറയുമ്പോൾ 1 6 7 7 തുടങ്ങി 8 9 ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന 9 18 20 ഈ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ആളുമായിട്ട് ഒരിക്കലും വിവാഹ ബന്ധം നടത്തരുത്. ഫ്രണ്ട്ഷിപ്പ് വളരെ സൂക്ഷിച്ചൊക്കെ വേണം. അതായത് 3-ാം നാളെന്നൊക്കെ നമ്മുടെ ജ്യോതിഷത്തിൽ പറയത്തില്ല, അതുപോലെ 3-ാമത്തെ നമ്പർ ഒരിക്കലും യോജിക്കത്തില്ല. പക്ഷേ ഞങ്ങൾ കാണുന്ന ഒരുപാട് ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഡൈവേഴ്സൊക്കെ നോക്കുമ്പോൾ മിക്കവാറും ഈ 3-ാമത്തെ നമ്പറായിരിക്കും പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള നമ്പറൊക്കെ ആകുമ്പോൾ അവർ തമ്മിൽ ചേർന്ന് പോകാനും അവരുടെ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരാൾ താഴ്ന്നു കൊടുക്കാനും ഒരാളത് മനസ്സിലാക്കുവാനുള്ള കഴിവുകൾ ഈ നമ്പറുകൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5ഉം 6ഉം എടുക്കാം. 5-ാം തീയതി ജനിച്ച ഒരാൾ 6-ാം ജനിച്ച ഒരു കുട്ടിയുമായിട്ട് വിവാഹം കഴിക്കുന്നുവെങ്കിൽ 5 എന്ത് പറയുന്നു അതുപോലെ 6 അനുസരിക്കും. അതുപോലെ 6 എന്ത് പറയുന്നു 5 അനുസരിക്കും. ചിലപ്പോൾ എതിർക്കുമായിരിക്കാം, പക്ഷെ എതിർക്കാൻ അവർ തമ്മിൽ യോജിച്ചങ്ങ് പൊയ്ക്കോളും. നമ്പർ 1 and 2
വഴക്കുണ്ടാക്കുമെങ്കിലും വളരെ യോജിച്ചൊക്കെ പോകുന്നുള്ളതാണ് 1 and 2 എന്ന് പറയുന്നത്. അതുപോലെ 3 and 4 അങ്ങനെ. പക്ഷെ മൂന്നാമത്തെ നമ്പർ മാത്രം വന്നാൽ വലിയ പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ എന്നും പറഞ്ഞ് നമ്മൾ പ്രേമിക്കുന്നതിന് മുമ്പേ നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും അറിയാൻ നോക്കുക, നോക്കിയിട്ട് അത് പറ്റുമെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ പെട്ടെന്ന് പ്രേമത്തിൽ വീഴത്തില്ലല്ലോ. ബയോഡേറ്റാസൊക്കെ നോക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെയാണ് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സാറേ, നമുക്ക് വാസ്തുശാസ്ത്രത്തിലേക്ക് വരാം. വാസ്തുശാസ്ത്രപ്രകാരം ഒരു വീടിന് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒരു വീട് വെക്കാൻ തുടങ്ങുമ്പോൾ? നമ്മുടെ ഇപ്പോൾ ഈ വാസ്തു എന്ന് പറയുന്ന ഒരു നല്ലൊരു വ്യാപാര രീതിയിൽ വന്ന് നിൽക്കുന്ന ഒരു ഇതാണ്. ധാരാളം ആൾക്കാരെ പറ്റിക്കുവാനൊക്കെ പറ്റിയ ഒരു ഇതാണ്. ഇതിനെ എതിർക്കുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പരിസരം നന്നായിരിക്കണം എന്നുള്ളതാണല്ലോ ഈ വാസ്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാസ്തുശാസ്ത്രം മീൻസ് വസ്തു എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ്. ആ വാസ്തുശാസ്ത്രങ്ങളെല്ലാം പരിപൂർണമായി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വീട് ഇന്നത്തെ കാലത്ത് വയ്ക്കാൻ പറ്റില്ല. അത് ഉൾപ്പെടുത്തി വയ്ക്കണമെങ്കിൽ ആദ്യം നമ്മുടെ വീട്ടിന് ചുറ്റും 3 മീറ്റർ വീതം സ്ഥലം വിടണം. ദാറ്റ് മീൻസ് ആ എയർ സർക്കുലേഷൻ കയറാൻ വേണ്ടിയാണ്. പക്ഷേ 3 മീറ്റർ ഫ്രണ്ടിൽ മാത്രം വിടുന്ന ഒരു സിസ്റ്റമാണെന്ന് നമ്മുടെ കോർപ്പറേഷൻസിനെല്ലാം ഉള്ളത്. ബാക്കിയെല്ലാം 1.5 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ അല്ലെങ്കിൽ എക്സംഷൻ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചുവരുമായിട്ട് ചേർന്ന് വയ്ക്കുക. പക്ഷേ പ്രത്യേകിച്ച് വെസ്റ്റ് സൈഡിലും ഈസ്റ്റ് സൈഡിലും 3 മീറ്റർ നിർബന്ധമായിട്ട്. വെസ്റ്റ് സൈഡ് പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും മിനിമം 3 മീറ്റർ, അത് 10 അടി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ വാസ്തുവിനെ പറ്റി കറണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ദാറ്റ് മീൻസ് അത് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇയാളുടെ വീട് പടിഞ്ഞാറ് ഭാഗത്തൊരു 3 മീറ്റർ, അതുപോലെ അതിൻ്റെ പിറകിൽ താമസിക്കുന്ന ഒരാളുടെ 3 മീറ്റർ. അപ്പോൾ 6 മീറ്റർ വരുന്ന സമയത്ത് ആ എയർ സർക്കുലേഷൻ ഇങ്ങനെ കറക്റ്റായിട്ട് അവിടെ നിൽക്കും. വീട്ടിനകത്ത് നല്ലപോലെ എയർ കയറും. ബാക്കി മൂലകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിരുന്നാലും ഫണ്ടമെൻ്റലായിട്ട് ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പക്ഷേ 100-ൽ ഒരു 75% ഗ്രാമങ്ങളിൽ മാത്രമേ ഈ 3 മീറ്ററൊക്കെ പുറത്ത് വിടാൻ പറ്റുള്ളൂ. നഗരങ്ങളിലൊന്നും ഇത് വിടാൻ പറ്റത്തില്ല. പിന്നെ ഈ ഫ്ലാറ്റിൽ തീർച്ചയായിട്ടും ഫ്ലാറ്റിലൊക്കെ ഉണ്ട്. എല്ലാവരും ഫ്ലാറ്റ് നോക്കിയേ പറ്റുള്ളൂ. ഫ്ലാറ്റിൽ ഒരു 1 മുതൽ 5 നില വരെ ആ വാസ്തുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ 5ാമത്തെ നില വരെ താമസിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കുഴപ്പമുണ്ടാകും. കാരണം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്ഥലത്ത് 2 സെക്ഷൻ ഓഫ് ഫ്ലാറ്റ് വെച്ചിട്ടുണ്ട്. ഒരു സെക്ഷൻ ഓഫ് ഫ്ലാറ്റിനകത്ത് അതിനകത്ത് എല്ലാ താമസക്കാരുടെ എല്ലാ വീടുകളിലും ഒരു രോഗിയെങ്കിലും ഉണ്ട്. രോഗി എന്ന് പറഞ്ഞാൽ സാധാരണ രോഗം വരുന്നതല്ല, ഒരു പാരാലിസിസ് അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയൊക്കെയുണ്ട്. അതിന് തൊട്ടപ്പുറത്തുള്ള ആ ബ്ലോക്കിനകത്ത് എല്ലാവരും വളരെ ഹാപ്പിയായി താമസിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലമാണ്, പക്ഷേ 2 ബ്ലോക്കാണ്. പക്ഷേ ഈ ബ്ലോക്കിനകത്ത് താമസിക്കുന്നത് എന്താണ് സാർ? അത് ആ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വീടാണെങ്കിൽ ഇടിച്ചു കളയാം. ഇതൊരു 10-12 നിലയുള്ള ഒരു വീട് നമുക്ക്. അപ്പോൾ അതിന് നമ്മൾ മറ്റുള്ള വഴികൾ നോക്കും, ജ്യോതിഷപരമായിട്ടും പൂജകൾ ഇതൊക്കെ നോക്കും. പക്ഷെ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലാറ്റായിരുന്നാലും നമ്മൾ വാസ്തു നോക്കി തന്നെ ചെയ്യണം. കാരണം അതിനകത്ത് താമസിക്കുന്ന ഒരാളല്ല, 10-100 ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ഹെൽത്ത് നന്നായിരിക്കണം, അവരുടെ പ്രോസ്പെരിറ്റി നമ്മൾ നോക്കണം, അവർക്ക് നല്ലത് വരണം. ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ എല്ലാവരും സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നു. സെക്യൂരിറ്റിക്ക് മുമ്പ് അതിനെ താമസിക്കുവാൻ, ചെന്ന് കിടക്കുവാനുള്ള ആഗ്രഹം, ഇഷ്ടം അതൊക്കെ ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ പോയി താമസിച്ചിട്ട് കാര്യമുള്ളൂ. സോ ഫ്ലാറ്റിലും വാസ്തു നോക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ മിക്കവാറും എല്ലാവരും ഫ്ലാറ്റിലൊക്കെ വാസ്തു നോക്കാറുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നോക്കണം? വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് മടങ്ങി വരാം. ഓക്കെ. ഗൃഹപാഠം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.